ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാൻ ടെക്കി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ സൺസെറ്റിൻ്റെ ടൈം ലാബ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. വെറും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പക്കയായിട്ടൊരു ടൈം ലാബ്സ് എടുക്കാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിപ്പോൾ ടൈം ലാബ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സൺസെറ്റിൻ്റെ ടൈം ലാബ്സ് ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സ് നോട്ട് 30 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ സിംഫെക്സ് VCT88RM എന്ന് പറയുന്ന ട്രൈപ്പോഡാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇത് സോൾവിക്കിൻ്റെ ഫോൺ മൗണ്ടിങ് ക്ലിപ്പാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ഫോൺ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പ്ലേസ് ചെയ്യേണ്ടതാണ്. പ്ലേസ് ചെയ്തതിന് ശേഷം ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് ഫോൺ ഒരു നിശ്ചിത ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ട്രൈപ്പോഡ് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ അപ്പും ഡൗണും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് അത് ഫിക്സ് ആക്കേണ്ടതാണ്. കാരണം അത് ഒരു സൈഡിൽ നിന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ട്രൈപ്പോഡിലേക്ക് എങ്ങനെ മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്യാനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഇതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് സോൾവിക് എന്ന ബ്രാൻഡിൻ്റെ മൊബൈൽ ഹോൾഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മൊബൈൽ ഹോൾഡർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനും പോർട്രേറ്റ് ഓറിയൻറ്റേഷനും നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റുന്നതാണ്. ഇത് സ്മാർട്ട് ഫോണിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. ഇത് സോൾവിക് എന്ന ബ്രാൻഡ് വളരെ നന്നായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രൂസ് ഉപയോഗിച്ച് നമുക്ക് ഏത് തരത്തിലുള്ള സ്മാർട്ട് ഫോണും എത്ര വിട്ടുള്ള സ്മാർട്ട് ഫോണും നമുക്ക് ഇതിലോട്ട് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടത് ഏത് ഓറിയൻറ്റേഷൻ ആണെന്ന് വെച്ചാൽ ആ ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കിലുള്ള സ്ക്രൂ തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ അത് ലോക്ക് ചെയ്യത്തുള്ളൂ. നല്ലവണ്ണം ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ട്രൈപ്പോഡിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ലെവലിലാണ് നിങ്ങളുടെ ട്രൈപ്പോഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പാനും ടിൽറ്റും ആണ് നിങ്ങൾ ഫസ്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഈ അഡ്ജസ്റ്റ്മെന്റിന് യൂസ് ചെയ്യുന്നത് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്ന ഗ്രിഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ആ ഗ്രിഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഒബ്ജക്റ്റിനെ കറക്റ്റ് പ്ലേസിൽ വെക്കേണ്ടതാണ്. ഞാനിവിടെ ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൺസെറ്റ് ആണ്. അപ്പോൾ നമ്മൾ സണ്ണിന് കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ ക്യാമറയിൽ അത് ഫ്രെയിം ചെയ്യാൻ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റൂൾ ഓഫ് തേർഡ് ഗ്രിഡാണ്. 3x3 ഗ്രിഡ് എന്നും ഇതിനെ വിളിക്കുന്നതാണ്. നമ്മൾ ഈ ഗ്രിഡ് അനുസരിച്ച് വേണം നമ്മുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ. നമ്മുടെ ക്യാമറ ആംഗിൾ നമ്മുടെ ഒബ്ജക്റ്റിനെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം പൊസിഷൻ ചെയ്യാൻ. കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഷോട്ട്സ് ഇതിലൂടെ ലഭിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൂൾ ഓഫ് തേർഡ് ഗ്രിഡ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും തമ്മിലുള്ള ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഗ്രിഡ് ഉപയോഗിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ ഗ്രിഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്പോട്ടിൽ വേണം നിങ്ങളുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ. ഒന്നെങ്കിൽ ആ ഗ്രിഡിൻ്റെ നടുവിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകളുള്ള ഗ്രിഡിൻ്റെ ആ നടുവിലത്തെ സ്ക്വയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റിലോ വേണം നിങ്ങളുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ. പ്ലേസ് ചെയ്തതിന് ശേഷം ആ ഗ്രിഡിൽ 3 റോസ് ഉണ്ട്. അതിൻ്റെ സെൻട്രലിലെ റോയിലാണ് നിങ്ങളുടെ ഒബ്ജക്റ്റ് നിൽക്കേണ്ടത്. ഏറ്റവും മുകളിലത്തെ റോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. അതിൽ ഏറ്റവും താഴത്തെ റോ എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട് ആണ്. അതനുസരിച്ച് വേണം നിങ്ങളുടെ ഒബ്ജക്റ്റിനെ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഡെപ്ത് ഓഫ് ഫീൽഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡെപ്ത് ഓഫ് ഫീൽഡ് വേരി ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഒബ്ജക്റ്റിലുള്ള ഫോക്കസും അതിൻ്റെ ഫോക്കൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യാസം വരുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് കറക്റ്റ് പറ്റുന്നതായിരിക്കും. ഈ ടൈം ലാപ്സ് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോണിൻ്റെ ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യേണ്ട സെറ്റിംഗ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോണിൻ്റെ ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷൻ ആണ്. യൂസ് ചെയ്യുന്നത് ഇൻഫിനിക്സ് നോട്ട് 13 എന്ന സ്മാർട്ട് ഫോണാണ്. അതിൻ്റെ അകത്തുള്ള ടൈം ലാപ്സ് സെറ്റിംഗ്സ് ആണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 1x-ലും 2x-ലും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2K ആണ്. റെസൊല്യൂഷനാണ് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നത്. ഇതിനകത്തിൽ ഓട്ടോ എന്ന് പറയുന്നൊരു മോഡുണ്ട്. അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നതാണ്. ആ മോഡ് ക്ലിക്ക് ചെയ്ത് ഓട്ടോ മോഡിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അത് മാനുവൽ മോഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. മാനുവൽ മോഡിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട സ്പീഡ്, റെക്കോർഡ് ചെയ്യേണ്ട സ്പീഡ് നമുക്കത് സെലക്ട് ചെയ്യുന്നതാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത് 15x എന്ന് പറയുന്ന സ്പീഡാണ്. അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ ടാപ്പ് ചെയ്തതിന് ശേഷം എക്സ്പോഷറും ഓട്ടോ ഫോക്കസും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. എക്സ്പോഷർ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. വെട്ടം കൂടുതലാണെങ്കിൽ എക്സ്പോഷർ ഒന്ന് ഇച്ചിരി കുറച്ച് കൊടുക്കേണ്ടതാണ്. -1 2 നിങ്ങൾക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. തീരെ വെട്ടമില്ലാത്ത അവസരത്തിലാണെങ്കിൽ +2 +1 ഇട്ട് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ട ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 13 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾ ഏകദേശം വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. കാരണം ടൈം ലാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ വീഡിയോ പോലെയല്ല. വീഡിയോയുടെ ടൈമർ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ടൈം ലാപ്സ് റെക്കോർഡ് ആകുന്ന ടൈമർ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്.
ഏകദേശം നമുക്കൊരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈം ലാപ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഈ ആപ്ലിക്കേഷനിൽ എടുത്ത ടൈം ലാപ്സ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ടൈം ലാപ്സിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞിരിക്കുവാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 7:10 നമ്മളിപ്പോൾ പതിയെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്.